ഹലോ എൻ്റെ പൊന്നു മക്കളെ, എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ എൻ്റെ റീൽസും എൻ്റേതായ കണ്ടൻറ്റുകളും ഒക്കെയാണ് ഇടുന്നത്. അനാവശ്യമായി ഒരു നന്മ മരങ്ങളുടെയും പേരുകൾ എൻ്റെ യൂട്യൂബ് ചാനലിൽ നിങ്ങൾ വന്നിട്ട് കമൻറ്റുകൾ ഇട്ടിട്ട് പൊലിപ്പിക്കരുത്. ദയവ് ചെയ്ത് എനിക്ക് നിയമത്തിൻ്റെ വഴിയെ എനിക്ക് പോകാൻ ഭയങ്കര പേടിയായതുകൊണ്ടും എനിക്കിതിനൊന്നും സമയമില്ലാത്തത് കൊണ്ടും ഞാൻ ഒരു കാര്യങ്ങളും അങ്ങോട്ട് പോയി ആർക്കും കൊടുക്കാറില്ല. ഇങ്ങോട്ട് വരുന്നവർക്ക് വയറ് നിറച്ചിന് മനസ്സ് നിറച്ചിന് കൊടുത്ത് ശീലമുള്ളത് കൊണ്ടും നിങ്ങൾ ദയവ് ചെയ്ത് എൻ്റെ ചാനലിൽ എൻ്റേതല്ലാത്ത എൻ്റെ മക്കളുടെയും എൻ്റെ ഭർത്താവിൻ്റെയും എൻ്റെ ഇക്കാൻ്റെയും മാത്രം, എൻ്റെ മക്കളുടെയും എൻ്റെ ഇക്കാൻ്റെയും പേരുകൾ മാത്രം നിങ്ങൾ എന്ത് ചെയ്യണം, മെൻഷൻ ചെയ്യണം. ഒരു അനാവശ്യമായി യാതൊരു തരത്തിലുള്ള കണ്ടന്റ് ഒരാളുടെയും പേരുകൾ നിങ്ങൾ പറയാനായിട്ട് പാടില്ലാത്തതാകുന്നു. പിന്നെ നമുക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്കത് എങ്ങനെ റൺ ചെയ്യണം എന്നുള്ളത് അത് പൂർണ്ണമായും നമ്മുടെ സ്വാതന്ത്ര്യത്തിൽപ്പെട്ടതാണ്. പിന്നെ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഒരു പൊതു മീഡിയയിൽ നമുക്ക് ഒരാളിനെ പച്ചത്തെറി വിളിക്കാൻ പാടില്ല, പച്ചയ്ക്ക് റേപ്പ് ചെയ്യൂ എന്ന് പറയാൻ പാടില്ല, പച്ചയ്ക്ക് വീട് കയറി ആക്രമിക്കൂ എന്ന് പറയാൻ പാടില്ല. ഇതൊക്കെ ഇന്ത്യൻ നിയമപ്രകാരം എന്താണ്, ഭയങ്കര ശിക്ഷാർഹമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വിട്ടു നിൽക്കണം എന്നുള്ളത് നിയമപാലകർ, നമ്മുടെ നാട്ടിലെ നിയമപാലകർ നിയമം കാത്തു സൂക്ഷിക്കാനും നല്ല സുരക്ഷിതമായ ഒരു അന്തരീക്ഷം നമ്മുടെ പൗരന്മാർക്ക് വാഗ്ദാനം ചെയ്യാനും ഒക്കെയാണ് നമ്മുടെ നാട്ടിലെ നിയമപാലകർ എപ്പോഴും ശ്രമിക്കുന്നത്. അപ്പോൾ അവരെ നമ്മളെപ്പോഴും ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യണം. അവർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ അനുസരിക്കുകയും ചെയ്യണം. അപ്പോൾ ആ ഒരു കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും ഞാൻ തയ്യാറല്ല എന്നുള്ളതാണ്. പിന്നെന്ന് പറയുന്നത്, നമ്മുടെ യൂട്യൂബ് ചാനലിൽ നമ്മുടെ കണ്ടൻറ്റ് നമ്മുടേതായിട്ട് നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം, നമുക്ക് എന്ത് റീല് വേണമെങ്കിലും ചെയ്യാം, നമുക്ക് ആരെ വേണമെങ്കിലും വിമർശിക്കാം, മാന്യമായ ഭാഷ ഉപയോഗിച്ചുകൊണ്ട് ആരെ വേണമെങ്കിലും വിമർശിക്കാം. അതിനൊന്നും യാതൊരു വിധത്തിലുള്ള തടസ്സവുമില്ല, ഒരു വിധത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങളെല്ലാവരും, എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും ശ്രദ്ധിക്കണമെന്ന് ഞാൻ താഴ്മയായും വിനീതമായും പിന്നെ എല്ലാ രീതിയിലും ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. പിന്നെ ഞാൻ ഒരുപാട് റീലുകളുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഇനി വരുന്നതായിരിക്കും. ഫുൾ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു.